ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ സൂ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ ബണ്ണാർഘട്ട സൂന്ന് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ സഫാരി പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു മാനായിരുന്നു കേട്ടോ. അത് നല്ല വലിയ കൊമ്പും കുറേ വളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൊമ്പ്. അപ്പോൾ എന്ത് മാനാന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഞങ്ങൾ ബട്ടർഫ്ലൈ പാർക്കിൽ പോയപ്പോൾ എക്സിറ്റിലുണ്ടായിരുന്ന അക്വേറിയാണ്. ഇവിടെ ഈ ഫിഷിൻ്റെ അക്വേറിയം മാത്രമല്ല, കുറേ ബട്ടർഫ്ലൈനെയും ഈ ചത്തുപോയിട്ടുള്ള ബട്ടർഫ്ലൈനെയൊക്കെ ഒരു ഇതിൽ തൂക്കിയിട്ടിട്ട് അതിൻ്റെ കുറേ ചിറക് മാത്രം, പിന്നെ കുറേ എന്താ പറയുക, അതിൻ്റെ കുറേ ഓർഗൻസ് അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇത് ബട്ടർഫ്ലൈ പാർക്കിൽ തന്നെ താഴെ എന്തോ കുറച്ച് വെള്ളമുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മീനാണ് കേട്ടോ അത്. കുറേ കളർഫുൾ ആയിട്ടുള്ള ഫിഷ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ബ്രിഡ്ജിൻ്റെ താഴെയാണ് കേട്ടോ ഈ ഫിഷൊക്കെ ഉള്ളത്. പിന്നെ ഇതാണ് കേട്ടോ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ മേലെ കാണുന്ന ഈ കുടങ്ങളൊക്കെ ബട്ടർഫ്ലൈയുടെ കൂടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ചെടികളുള്ള കാരണം തന്നെ ബട്ടർഫ്ലൈ എവിടെ ഇരിക്കണമെന്ന് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാവരും ലൈനായിട്ടാണ് കേട്ടോ പോയിരിക്കണത്. പിന്നെ ഇതാ ഇവിടെ കുറേ വാട്ടർഫോൾ പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ബട്ടർഫ്ലൈനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടില്ല, വാട്ടർമെലൺ ആയിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊരു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു കേട്ടോ, അവിടെയുള്ള ഒരു ബട്ടർഫ്ലൈ ആണത്. പിന്നെ അവിടെ നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ഓരോ സ്റ്റേജസും കാണിച്ചിരുന്നുണ്ട്, ലൈക്ക് ഈ പ്യൂപ്പ, കാറ്റർപില്ലറൊക്കെ പോലെ. ഇതാണ് കേട്ടോ ഞാൻ കണ്ട കാറ്റർപില്ലർ. പിന്നെ അവസാനം അതിൻ്റെ ഒരു എഗ്ഗിൻ്റെ പിക്ചർ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഇതെല്ലാവരുടെയും കയ്യിൽ ഒരു 2 സെക്കൻഡ് വീതം വെച്ചിട്ട് എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു കാറ്റർപില്ലറിനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെൻ്റെ അനിയത്തിയുടെ കയ്യിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവളുടെ കയ്യിൽ വെക്കാൻ നോക്കി, പക്ഷെ അവളത് സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഒന്നും ആവില്ല പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു, പക്ഷെ അവൾ കുറേ അധികം ചീറിട്ടോ അവിടെ നിന്നിട്ട്. പിന്നെ ഒരു 2 സെക്കൻഡ് വെച്ചിട്ട് വേഗം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ബോക്സിലാണ്, ഈ കാണുന്ന കണ്ടെയ്നറിലാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കണത്. പിന്നെ ഇത് ഞങ്ങൾ സഫാരി പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന കരടിയാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് പോയ കാരണം തന്നെ അവിടെ അധികം കരടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റ കരടിയായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഉറങ്ങായിരുന്നു കൂട്ടിൻ്റെ ഉള്ളിൽ. അവിടെ ഒരു സ്ഥലം കാണാൻ, അതിൻ്റെ ഉള്ളിൽ ഉറങ്ങായിരുന്നു ബാക്കിയൊക്കെ. പിന്നെ ഇത് മാത്രമല്ല, വേറെയും കുറേ ആനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ടൈഗർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ പിക്ചർ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ആ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ എക്സിറ്റിൽ തന്നെയുള്ള വേറൊരു അക്വേറിയത്തിലെ ഫിഷാണ് കേട്ടോ. കുറേ ബ്രീഡ്സ് ഉണ്ട് കേട്ടോ ഫിഷിൻ്റെ, പലതരം ബ്രീഡ്സ് ഉണ്ട്. എല്ലാത്തിനെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ടൈഗർ ഫിഷ് പറഞ്ഞിട്ടൊരു ഫിഷ് ഉണ്ടായിരുന്നു, അതിനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് കുറേ നേരം ഞങ്ങളവിടെ നിന്നു. പിന്നെ ഞങ്ങൾ കണ്ട ആനിമൽസിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ടൈഗറിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ബാക്കിയുള്ള എൻ്റെ ഒന്നിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലില്ല. ഫോട്ടോസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ബട്ടർഫ്ലൈ പാർക്കിൽ കുറച്ച് ബട്ടർഫ്ലൈസിനെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ കുട്ടികളൊക്കെ ബട്ടർഫ്ലൈനെ പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പിടിക്കാൻ പാടില്ല എന്നോർത്ത ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ അവർ അത് പിടിച്ചില്ല. പിന്നെ ഇത് ഞങ്ങൾ സഫാരി കഴിഞ്ഞിട്ട് നടക്കാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ജിറാഫാണ് കേട്ടോ. ഞങ്ങൾ മതിലിൻ്റെ മേലെ കയറി നിന്നിട്ടായിരുന്നു, ഒരു ചെറിയ മതിലുണ്ടായിരുന്നു, അവിടെ കയറി നിന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് പിന്നെ ഒരു കരടിയാണ് കേട്ടോ, വേറൊരു കരടിയാണിത്. ആകെ 2 കരടി മാത്രമേ കേട്ടോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഉറങ്ങുമായിരുന്നു. ഇത് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കാണിക്കണ്ടായിരുന്നു കേട്ടോ. ഈ കരടി അവിടെ നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടിൽ തന്നെ പോയി കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മാനുണ്ട് കേട്ടോ, നല്ല വലിയ നീണ്ട കൊമ്പൊക്കെ ആയിട്ട്, വളഞ്ഞ കൊമ്പാണ്. പക്ഷെ അത് എന്ത് മാനാന്ന് എനിക്കറിയില്ല കേട്ടോ.
പിന്നെ ഞങ്ങൾ ഉച്ച സമയത്ത് പോയതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോവാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇത് ഞങ്ങൾ അക്വേറിയത്തിൻ്റെ അവിടെ നിന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഇത് അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ആനയാണ് കേട്ടോ, ഇത് ആന. പിന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ബോട്ടിംഗ് ഇതാ ഞാൻ പറഞ്ഞത്, ഹൈനേനെ കാണാൻ പോയത് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇതിനെന്താ പറയാറില്ല, ഇത് എമു ആണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു ടൈപ്പ് ഓഫ് നല്ല ഭംഗിയുള്ളൊരു കേൾക്കാൻ നല്ല രസമുള്ളൊരു ശബ്ദമാണ്. ഇവിടെ 2-3 എമു ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് വൈറ്റ് ടൈഗർ. പിന്നെ ഇത് സീബ്ര ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ കൂടി നിൽക്കണ്ടായിരുന്നു സീബ്ര, അതിൻ്റെ ക്ലിപ്പാണ്. പിന്നെ ഇതൊക്കെ ഞങ്ങളവിടെ ബട്ടർഫ്ലൈ പാർക്കിൽ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഞങ്ങളുടെ. ഇനി നമുക്ക് ടൈഗറിൻ്റെ വീഡിയോസ് കാണാം. അവിടെ നമുക്ക് അടുത്ത് നിന്നിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. 2-3 വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ അപ്പുറത്ത് നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുത്തത്. പിന്നെ ഞങ്ങൾ ലയൺ ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അതിനെങ്ങനെ ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു റൂം പോലത്തെ ഒരു സ്ഥലത്ത് ഇട്ടിരിക്കുകയായിരുന്നു. അത് നല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കി കേട്ടോ. അവിടുന്ന് കുറേ നല്ല ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഗോൾഡ്, അതിൻ്റെ ഒരു എഗ്ഗ്. പിന്നെ ഇത് ഗ്രാസ് ഹോപ്പറാണ്. പിന്നെയും ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഉള്ളത് അവിടുന്ന് എടുത്തത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.